എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടൊരു കണ്ടന്റ് ആണ്. ബിഗ് ബോസിന് തീരാൻ ലച്ചാ പച്ചാ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ലച്ചാ പച്ചാ ദിവസങ്ങളിൽ നേരത്തെ പുറത്തായിട്ടുള്ള ചില ലല്ലി പല്ലികൾ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ലല്ലി പല്ലികൾ അകത്തേക്ക് വന്നിട്ട് അന്ന് ഇവര് കളിച്ചോണ്ടിരുന്നപ്പോ കളിക്കേണ്ട ഗെയിം ഇപ്പൊ വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് RJ ബിൻസി, ശൈത്യ സന്തോഷ്, മുൻഷി രഞ്ജിത്ത്. അതായത് ഇവര് പുറത്തു പോയിട്ട് ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് കഴിവുണ്ട്, ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ അറിയായിരുന്നു, ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ല, നബിന് 2 കളി കളിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഇവര് പ്രത്യേകതരം കളി കളിച്ചതാണ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ബേസിക് സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവർ വന്നിട്ട് ബേസിക്കലി എല്ലാ തവണയും നമുക്കറിയാം ഒരു ഇന്ന ആള് ജയിക്കും അല്ലെ ഇന്ന ആള് ജയിക്കും എന്ന് പറയുമ്പോഴത്തേനും കുറെ പേര് ഇന്നയാളുടെ കൂടെ, കുറെ പേര് അന്നയാളുടെ കൂടെ എന്ന് പറഞ്ഞ് നിൽക്കും. ഈ സാധനം തന്നെ ഒരുപാട് പേര് അനീഷിനെ ചൊറിയുന്നു, ഒരുപാട് പേര് അനുമോളെ ചൊറിയുന്നു. ഇത് പാർഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് പോകുന്നു. ഈ സപ്പോർട്ടിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ശൈത്യ വന്നിട്ട് ആദ്യം കുറെ കൊച്ചാവുച്ച ഡയലോഗുകൾ അടിച്ചു. നമുക്ക് ശൈത്യ അടിച്ച ഡയലോഗിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അവളുടെ അച്ഛന്റെ ഓപ്പറേഷൻ ചെയ്തായിരുന്നു, കാലിന്റെ ഓപ്പറേഷൻ ചെയ്യായിരുന്നു, ഒരു ഫിനാൻസ് പോലും ഇല്ലാതെ അവള് വണ്ടി എടുത്തിരിക്കുന്നത്. അവർക്ക് എത്ര ഒരു ഫിനാൻസ് പോലും ഇല്ലാതെയാണ് അവള് വണ്ടി എടുത്തേക്കുന്നതെന്ന് ഇവക്ക് എങ്ങനെ അറിയാം? ചുമ്മാ പേട്ടയ്ക്കാ വെറുതെ എങ്ങനെ നെഗറ്റീവ് ആക്കണം, അതിനുവേണ്ടി ചുമ്മാ ചാമ്പുക. ആദ്യം കയറി വന്നപ്പോ മുതലേ ഈ ശൈത്യ അനുവിനെ ചൊറിയാന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ വന്നത്. പുറത്ത് പോയപ്പോ തൊട്ടേ നമ്മുടെ കട്ടപ്പക്കുത്തിന്റെ സീൻ ഉണ്ടായിരുന്നല്ലോ, ഈ ശൈത്യ അനുമോളെ കട്ടപ്പക്കുത്ത് കുത്തി എന്നുള്ളത്. ഈ സാധനം പറഞ്ഞ് ശൈത്യക്ക് അന്ന് മുതലേ ഭയങ്കര ഗ്രഡ്ജാണ് അനുവിനോട്. പുറത്തും പലതവണ അകത്ത് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാ, പക്ഷെ പുറത്തിറങ്ങിയപ്പോ അനിമള് അവള് വെറും മറ്റുള്ള എന്ന് പറയുന്നത് ശൈത്യയിൽ കണ്ടിട്ടുണ്ട്. അപ്പോ അനുവിന് യാതൊരു തരം ലോണും ഇല്ല എന്നാണ് ശൈത്യയുടെ ഒന്നാമത്തെ വാദം. പ്ലേ ആവുന്നുണ്ട്. ഒരു ലോണും ഇല്ല, വീടിന് ലോണില്ല, കൊറേ സ്ഥലവും ഉണ്ട്. ഇപ്പൊ അസൂയാണ് കേസ്. അവക്ക് ഒരു ലോണും ഇല്ല, വീടും ഉണ്ട്, കുറെ സ്ഥലവും ഉണ്ട്, അവളങ്ങ് കാശത്ത് കിടന്ന് അർമാദിക്കാണ് അങ്ങോട്ട്. ഇത് അനുമോളുടെ പേജിനകത്ത് വന്നൊരു സാധനമാണേ. കാണുന്നില്ലല്ലോ, കാണാവോ? കാണുന്നുണ്ടോ ഇല്ലയൊന്നും എനിക്കറിയത്തില്ല. ഇത് അനുമോളുടെ ഹോം ലോണിന്റെ ഡോക്യുമെന്റ് അവര് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് പറഞ്ഞു തുടങ്ങി എന്താ, അവക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, കാശില്ലെന്നാണ് അവളിവിടെ പറഞ്ഞത്, പക്ഷെ അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, അതുകൊണ്ടാണ് അവള് PR കൊടുത്തതെന്നാണ് പറഞ്ഞത്. ഇനി ഈ ശൈത്യ ഇതേപോലെ തന്നെ അതിനകത്ത് അനുമോളുമായിട്ട് നടത്തിയ ഒരു ചെറിയ സംഭാഷണം കൂടെ നമുക്ക് കണ്ടിട്ട് അതിന്റെ കൂടെ കുറെ കുറ്റം പറയാം. കട്ടപ്പയുടെ സാധനം ഉള്ളതാണോ ഉണ്ടാക്കിയേ? ഇതിനകത്ത് ശൈത്യ പറയുന്നത് നിന്റെ PR അവൻ തന്നെയാണ് എന്റെ PR. അവൻ അപ്പോ എന്റെ അച്ഛൻ്റെ എന്തോരം പൈസ മേടിച്ചു കൂട്ടിയെന്നറിയോ? അപ്പം നമ്മളും 16 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പൊ 16 ലക്ഷത്തിന്റെ PR കൊണ്ട് മാത്രം നമുക്ക് അവിടെ പിടിച്ചു നീക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഇനി കുറച്ച് കഴിവ് വേണം, കുറച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ ചുമ്മാ വന്നിട്ട് അവിടെ മൊണ്ണെ പോലെ കുത്തിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല. അപ്പോ ഈ PR, അതായത് PR അല്ലല്ലോ, ORM ചേട്ടൻ. ഈ ORM ചേട്ടനാണ് ഇതിനകത്ത് എല്ലാവരുടെയും PR. അനുമോളുടെ PR-ഉം മറ്റേ അപ്പാനിയുടെ PR ഇയാളാന്ന് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ ശൈത്യയുടെ PR അയാൾ തന്നെയാണ്. എന്നിട്ട് ഇതുങ്ങൾ പുറത്ത് കിടന്ന് PR-നെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ PR-ഇലെത്തുണ്ട്, പുറത്തുനിന്ന് ഞങ്ങൾക്ക് PR ഉണ്ടായിരുന്ന ഞങ്ങളിപ്പോ മലമറിച്ചാനെ. PR ഉള്ളതുകൊണ്ട് മാത്രം ഒരു മലയും മറിയാൻ പറ്റത്തില്ല. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും കാട്ടായം കാട്ടിക്കൂട്ടിയാൽ മാത്രമേ ഈ പുറത്തുള്ള PR-ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൂടെ മനസ്സിലാക്കാം കേട്ടോ. ബാക്കിയേക്കാം. ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല, അതായത് പിന്നിൽ നിന്നും ഞാൻ കുത്തിയിട്ടില്ല. പിന്നിൽ നിന്ന് കുത്ത് ഓരോന്നായിട്ട് നമ്മൾ അതിലേക്ക് വരാം. ഈ കുത്ത് തന്നെ ഒരു പിന്നിൽ നിന്നുള്ള കുത്താണ്. ഫൈനലിനോട് അടുക്കുമ്പോൾ അവിടെ വന്നിട്ട് നിന്റെ PR തന്നെയാണ് എന്റെ PR, അവൻ എന്തായാലും പൈസ മേടിച്ചെന്ന് അറിയുമോ, നിനക്ക് വീടിന് ലോണില്ല, നിനക്ക് കാറിന് ലോണില്ല, നീ ലറ്റപ്രഭുവാണ്. ഇതാണ് പിന്നിൽ നിന്ന് കുത്തൽ. ഇതൊരു തരം പിന്നിൽ നിന്നുള്ള കുത്തലാണ്. പക്ഷെ അനു ഇവിടെ ഒന്നും ശൈത്യനെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. അനു അപ്പോഴും എനിച്ചങ്ങ് പോയി. ഇനിയും എന്റെ PR പുറത്തൊന്നും വെളുപ്പിച്ചോളും, അവ വെള്ളയടിക്കും എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യും, ശൈത്യ ഫോണും കൊണ്ട് പോയിട്ട് ഹോട്ട്സ്റ്റാർ മൊത്തം അനിമളായിട്ടിരുത്തേം കാണിക്ക്. ഞാൻ പോയിടണ, നീ ഇവിടെ ബാക്ക് സ്റ്റോപ്പ് ചെയ്തില്ലേ, നീ അവിടെ അങ്ങനെ പറഞ്ഞില്ലേ, നീ ഇവിടെ ഇങ്ങനെ പറഞ്ഞില്ലേ, താൻ ആര് ജഡ്ജോ? ആ കൊച്ചവിടെ ഒന്ന് ഗെയിം കളിക്കുന്നതിന് തനിക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഇതുങ്ങളൊക്കെ എന്തിനാണ് ബിഗ് ബോസ് അങ്ങോട്ട് കയറ്റിവിട്ടത്? നല്ലൊരു മനുഷ്യനായിരുന്നു, എനിക്ക് റെസ്പെക്ട്
ഇപ്പൊ റെസ്പെക്ട് ഇല്ലേ? അഡ്വക്കേറ്റ് ശൈത്യയോട് നമുക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ അതങ്ങ് പോയി കിട്ടി കേട്ടോ. ഇനി ഇതിനകത്ത് മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ശൈത്യ അകത്തേക്ക് പോകുന്നതിന് മുമ്പേ, ശൈത്യ ഒരിക്കലും പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല കേട്ടോ, പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല ശൈത്യ. അകത്തേക്ക് പോകുന്നതിന് മുമ്പേ ശൈത്യ പറഞ്ഞ ഒരു സാധനം നമ്മൾ കേൾക്കാം. ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലുണ്ടല്ലോ അല്ലേ? ഈ റിയൽ ആയിട്ടുള്ള കാര്യമാണ് സത്യം പറഞ്ഞത്. പിന്നെ അതിനകത്ത് വളച്ചൊടിച്ച് ബിന്നീനെ എല്ലാരും കൂടി കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടു. എന്റെ അടുത്തും അനു പറഞ്ഞിട്ടുണ്ട്, അവിടെ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. സോ പക്ഷെ അനുവിന്റെ ഫാമിലി അത് മീൻസ് നിഷേധിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതെനിക്കറിയില്ല എന്താണ്. അവരുടെയൊക്കെ ഗെയിം അടിപൊളിയാ. അപ്പോ ഈ അനുമോള് 16 ലക്ഷത്തിന്റെ PR മേടിച്ചിട്ടുണ്ടെന്ന് ബിന്നിയോട് പറഞ്ഞിട്ടുണ്ട്, അനുമോളോട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം അനുവിന് 16 ലക്ഷത്തിന്റെ PR ആണെന്ന് അനു എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ എന്റെ PR-ഉം അവൻ തന്നെ, ഞാനും 16 ഇപ്പൊ മനസ്സിലായല്ലേ ഈ 16 ലക്ഷത്തിന്റെ കാര്യം ഇങ്ങനെ കൃത്യമായിട്ട് പുറത്തു വന്നെന്ന്. എന്റെ ORM ചേട്ടാ, നിങ്ങൾ ഈ വർഷം എക്സ്പോസ്ഡ്, നിങ്ങൾ നാറി, നിങ്ങൾ പുറഞ്ഞ നാറി. ബുദ്ധിയുള്ള കണ്ടസ്റ്റൻസിനെ നിങ്ങൾ മാക്സിമം പിടിക്കാൻ നോക്ക്. ഇനി നമുക്ക് ബിന്നിയാണല്ലോ ഇത് പുറത്തു കൊണ്ടുവന്നേ, ബിന്നിയുടെ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നൊരു പ്രമോഡ് ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാവേ. ഇത് ഞാൻ അത് സ്ഥാപിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. എനിക്ക് അറിയത്തില്ലെന്നാ ബിന്നി പറയുന്നേ. 16 ലക്ഷം മേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇൻ കേസ് ഞാൻ അങ്ങനെ സ്ഥാപിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ബിന്നിയാണ് സ്റ്റാറ്റസിലെല്ലാം അവക്ക് PR, ഇവന് PR, ആ PR, ഈ PR. തനിക്ക് PR ഇല്ലായിരുന്നോ? തനിക്കും PR ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരെങ്കിലും ഇതായിട്ട് വരും. ഇനി PR ആയിട്ട് വരും. ഇനി ബിൻസി ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ഏത് ബിൻസി? RJ ബിൻസി നിഷേധിക്കുകയുണ്ടായി. 16 ലക്ഷം കൊടുത്തിട്ടില്ല, PR കൊടുത്തിട്ടുണ്ട്, പക്ഷെ 16 ലക്ഷം കൊടുത്തിട്ടില്ല. അപ്പം ബിൻസി എങ്ങനെയാണ് ഈ 16 ലക്ഷത്തിന്റെ ഫിഗർ കിട്ടിയത്? ആള് നമ്മുടെ അടുത്ത് പറഞ്ഞതാണ്. ഇപ്പൊ കൃത്യമായിട്ട് ഈ 16 പുറത്തുള്ള ഞങ്ങളും അകത്തുള്ള ബിന്നി ഉൾപ്പെടെ എല്ലാരും പറയണമെന്നുണ്ടെങ്കിൽ അതവര് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയല്ലേ. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. സ്വാഭാവികം, ലോജിക്ക് പരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് വളരെ കറക്റ്റ് ആണ്. വളരെ കറക്റ്റ് ആണെന്ന് മാത്രമല്ല, അത് തന്നെയാണ് സംഭവിച്ചതും. അനുമോള് സൗഹൃദപരമായിരുന്ന സമയത്ത് ഇവരോടെല്ലാം മനസ്സ് തുറന്നിട്ട് PR കൊടുത്തിട്ടുണ്ടോ, 16 ലക്ഷം രൂപ, അവൻ എന്നെ എന്ത് കാണിച്ചാലും അങ്ങ് വെള്ളം പൂശിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവന് പൂശുന്ന വെള്ളക്ക് ഒരു പരിധിയില്ലേ? ഈ ലോകത്തുള്ള സകല സ്വർണവും ഈ ലോകത്തുള്ള സകല വെള്ളം കൊണ്ടൊന്നും ഞാൻ പൂശുമെന്ന് പറഞ്ഞാൽ പോലും വെളുക്കാത്ത രീതിയിൽ അനുമോൾ അവിടെ കയ്യോലെടുത്ത് തലവഴി ഒഴിച്ചു. ഇനിയിപ്പോൾ അവൻ എത്ര ചിന്തിച്ചാലും PR-ന്റെ വിഷയത്തിൽ അനുവിനെ വെളുപ്പിക്കാൻ പറ്റത്തില്ല. അവൻ ഇപ്പോഴും വന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് 16 ലക്ഷത്തിന് ഞാൻ 50,000-ന് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ആദ്യം അവൻ പറയുന്നു ഞാൻ ഒരു തവണ ഒരാളെ PR എടുക്കത്തുള്ളൂ. ഇപ്പൊ പറയുന്നത് അനുമോളുടെയും അപ്പാനിയുടെയും ശൈത്യയുടെയും PR. ഇവ കറങ്ങി തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ 20 പേരുടെ PR അവൻ തന്നെയായിരിക്കും കേട്ടോ. എനിക്കത് ഇപ്പൊ ഒരു സംതൃപ്തിയൊക്കെ തോന്നുന്നുണ്ട്. ഇനി അടുത്തൊരു കേസിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ, ഈ അനുമോളെ പിന്നിൽ നിന്ന് ബിൻസി കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിൻസി കുത്താനുള്ള പ്രധാന കാരണം, ബിൻസിക്ക് ഒരു ഗ്രഡ്ജ് തോന്നാനുള്ള കാരണം, ഈ ശൈത്യക്ക് തോന്നാനുള്ള കാരണം കട്ടപ്പാന്ന് വിളിച്ചു. പുള്ളിക്കാരി ചെയ്തിട്ടാ വിളിച്ചത്. നമ്മൾ ഇപ്പോ അതിനകത്ത് തന്നെ കാണിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കണ്ടേ. ഇനി ബിൻസി അനുമോളെ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട്. അതിനുള്ള കാരണം, പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അനുമോളുടെ ഉള്ളിലെ കുലസ്ത്രീ ഉണർന്നു. എന്നിട്ട് അനുമോള് പറഞ്ഞ് അപ്പാനിയും ശൈത്യം തമ്മിൽ ഒരു ലവ് ട്രാക്ക് ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അതാണ് ബിൻസിക്കുണ്ടായ ദേഷ്യം. അപ്പൊ എല്ലാരും വന്നിട്ട് അനുമോളെ പറഞ്ഞു കുത്തുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ഒന്ന് അനീഷിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, മുൻഷി രഞ്ജിത്ത് പുള്ളിക്കാരൻ വന്നിട്ട് അതിനകത്തൊരു നാടകം ഇറക്കിയായിരുന്നു. ബിഗ് ബോസ് മാരി.com പ്രപ്പോസ് ചെയ്തല്ലേ, സെറ്റ്. അത് ഇതെന്തിനാണ് ഒരു 3 ദിവസം ശ്രമിക്കാൻ പറ്റത്തില്ലായിരുന്നു? നിങ്ങളൊരു 3 ദിവസം ശ്രമിച്ചിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ അവളെ താളം പിടുന്നുണ്ട്. അതിന് അനീഷ് പറയുന്നുണ്ട്, ഞാനും അവളും തമ്മിലുള്ള കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്ത്, അതിനകത്ത് ഇനി 3-ാമൊരാൾ വന്ന് ചിലക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ അനീഷ് പറഞ്ഞിട്ടുണ്ട്. എന്റെ മുൻഷിയണ, നിങ്ങൾ അതിനകത്ത് നിന്നപ്പോൾ അണ്ണാക്ക് തുറന്ന് വല്ല സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ ആ ഗെയിമിനകത്ത് നിന്നേനെ. അതിനകത്തുള്ള ആൾക്കാരെ ചിയർ ചെയ്യാനായിട്ട് നിങ്ങൾ കയറ്റി വിട്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ പോയി ഇനി ഗെയിം കളിക്കുന്നത് ഇയാളെ പട്ടിച്ചോ ഈ മുൻഷി രഞ്ജിത്ത്. ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് തന്നു, എന്നെ സാരി ഉടുത്ത് 2 മണിക്കൂർ നടത്തിക്കാൻ പറഞ്ഞു. അനുമോൾ വരൂ, എന്നെ സാരി ഉടുപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ തന്നെ പോയി അനുമോളെ കൊണ്ട് സാരി ഉടുപ്പി. പട്ടിഷോ എന്ന് പറഞ്ഞാൽ വെറും പട്ടിഷോ. എന്നാൽ ഈ പട്ടിഷോ ഒക്കെ നിങ്ങളെല്ലാവരും ഈ ഇപ്പൊ റീഎൻട്രി ചെയ്യുന്ന കണ്ടസ്റ്റൻസ് പട്ടിഷോ ഇറക്കേണ്ടത് ആ സമയത്തായിരുന്നു. നിങ്ങൾ ഇപ്പൊ നിങ്ങൾ കണ്ടസ്റ്റൻസ് അല്ല, നിങ്ങൾ എവിക്റ്റായി പുറത്തുപോയി.
എന്റെ പ്രിയ ജനങ്ങളെ, ഇന്നത്തെ പ്രകടനം വെച്ചിട്ട് നിങ്ങൾ ശൈത്യക്കും മുൻഷി രഞ്ജിത്തിനും ബിൻസിക്കും വോട്ട് ചെയ്യണം കേട്ടോ, വേറെ ആർക്കും വോട്ട് ചെയ്യില്ല. എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്? പുറത്ത് പോയതെല്ലാം കൂടെ അകത്ത് വന്നിട്ട് പൂരകയും, ഇപ്പോ അകത്ത് കളിച്ചുകൊണ്ടിരുന്നവരെല്ലാം സൈഡായി. ഇതേപോലെ കുറെ മണ്ടങ്ങണാപ്പ് കണ്ടസ്റ്റൻസിന് ഈ ബിഗ് ബോസിന് എവിടുന്ന് കിട്ടി? പൊതുവെ ഇവർ അകത്ത് വരുമ്പോഴത്തേനും നല്ല രീതിക്ക് നിൽക്കുന്നത്. എന്നോട് മസ്താനി എനിക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു സീൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം. ഇതൊക്കെയാണ് മെയിനായിട്ട് സംഭവിച്ചത്. ഈ മരപ്പാഴികളെല്ലാം അകത്തേക്ക് വന്നിട്ട് അവർ ഗെയിം കളിക്കാൻ അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് പിടിക്കാൻ എന്തൊക്കെയോ സംഭവിച്ചു. ഇവ നിങ്ങൾ ഈ അകത്തുള്ളവരെ പി ആർ കൊണ്ടാണെന്ന് കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ലയോ? കഴിവില്ല. അല്ലെങ്കിൽ അവരെക്കാട്ടിലും ജനപിന്തുണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതാണ് സംഭവം. നെവിന് പി ആർ ഇല്ലെന്നാണ് എൻ്റെ അറിവ്. നെവിൻ എങ്ങനെ അപ്പൊ പി ആർ ഇല്ലാന്ന് നിന്നേ? അപ്പാനിക്കും ശൈത്യക്കും അനുമോളുടെ അതേ പി ആറാ. അവർ രണ്ടും എങ്ങനെ അപ്പൊ പുറത്തു പോയത്? അപ്പൊ ഇതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്തെങ്കിലേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും പി ആറിന് ആളിക്കത്തട്ടെ, വീണ്ടും വിഷയങ്ങളെല്ലാം ആളിക്കത്തട്ടെ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്തുക. കട്ടപ്പ ശൈത്യ അതൊരു ഗെയിമായിട്ട് വിട്ടിരുന്നെങ്കിൽ ഇത് പോയേനെ. ഇനിയും കട്ടപ്പ എന്നുള്ള പേര് നെറ്റിയിൽ പച്ച കുത്തിയ പോലെ നമുക്ക് കൊണ്ടുനടക്കാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്തുന്ന. ബൈ.